അമേരിക്കയിലെ കുപ്രസിദ്ധ ശതകോടീശ്വരനും ലൈംഗിക കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീൻ മൊസാദ് ചാരനാണോ? ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് FBI റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി എഹൂദ് ബാരാക്കിന് കീഴിൽ എപ്സ്റ്റീൻ ഒരു ചാരനായി പരിശീലനം നേടിയിരുന്നു എന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ കുറ്റാന്വേഷണ ഏജൻസി FBIയുടെ രേഖകൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ ഈ ആരോപണങ്ങൾ ശക്തമായി നിഷേധിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എപ്സ്റ്റീൻ ഇസ്രയേലിന് വേണ്ടി പ്രവർത്തിച്ചതിന് യാതൊരു തെളിവുമില്ല എന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. എന്നാലും ഇതങ്ങനെയങ്ങ് വിശ്വസിക്കാൻ പറ്റുകയില്ല. ഒരു രഹസ്യ വിവരദാതാവിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തിയ FBI റിപ്പോർട്ടാണ് ഈ ചർച്ചകൾക്ക് ആധാരം കുറിച്ചിരിക്കുന്നത്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ വിദേശ ഇടപാടുകൾ നടന്നതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടെയാണ് എപ്സ്റ്റീനെ കുറിച്ചിട്ടുള്ള ഈ രേഖകൾ ശേഖരിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് പ്രകാരം ഹാർവാർഡ് ലോ പ്രൊഫസർ അലൻ ടെർഷോവിറ്റ്സും എപ്സ്റ്റീനും തമ്മിലുള്ള ഫോൺ കോളുകൾ ഈ സ്രോതസ് നിരീക്ഷിച്ചിരുന്നു. ഈ സംഭാഷണങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിനെ കൈമാറിയിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. എപ്സ്റ്റീൻ മൊസാദിന്റെ ഒരു സഹായിയായിരിക്കാമെന്നാണ് താൻ കേട്ട സംഭാഷണങ്ങളിൽ നിന്നും മനസ്സിലായത് എന്ന് രഹസ്യ വിവരദാതാവ് പറയുന്നു. എപ്സ്റ്റീന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുമായി ബന്ധമുണ്ട് എന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. എന്നാൽ ഈ അവകാശവാദങ്ങളെല്ലാം ഒരു വ്യക്തിയുടെ മാത്രം മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്നും സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നും FBI വ്യക്തമാക്കിയിട്ടുണ്ട്. വിവാദപരമായ മറ്റു പല ആരോപണങ്ങളും ഈ രേഖയിലുണ്ട്. പ്രൊഫസർ ഡെർഷോവിറ്റ്സിന് മൊസാദുമായി ബന്ധമുണ്ട് എന്നും സിലിക്കൺ വാലിയിലെ ഒരു വെഞ്ചർ ഫേമിനെതിരെ സാങ്കേതികവിദ്യ മോഷ്ടിച്ചുവെന്ന ആരോപണവും ട്രംപിന്റെ മരുമകൻ ജാരേഡ് കുഷ്ണറുടെ കുടുംബത്തിന് ഇസ്രയേലുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട് എന്ന പരാമർശവും ഇതിലുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾക്കൊന്നും കൃത്യമായ തെളിവുകൾ പുറത്തു വന്നിട്ടില്ല. അതേസമയം എപ്സ്റ്റീനും എഹൂദ് ബാരാക്കും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഇരുവരും ദീർഘകാലമായി സമ്പർക്കം പുലർത്തിയിരുന്നതായും എപ്സ്റ്റീനെ പലതവണ കണ്ടിട്ടുണ്ട് എന്നും ബാരാക്ക് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ തെറ്റായ രീതിയിലുള്ള യാതൊരു ബന്ധവും ഞങ്ങൾ തമ്മിൽ ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ബാരാക്കും എപ്സ്റ്റീനുമായിട്ടുള്ള അടുത്ത ബന്ധം എപ്സ്റ്റീൻ ഇസ്രയേലിനു വേണ്ടി പ്രവർത്തിച്ചു എന്നതിന് ആധാരമല്ല എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഒപ്പം തൻ്റെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാൻ ബാരാക്ക് ദീർഘകാലമായി ശ്രമിക്കുകയാണ് എന്നാരോപിച്ച് നെതന്യാഹു രാഷ്ട്രീയ കടന്നാക്രമണവും നടത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ എപ്സ്റ്റീൻ ഒരു ചാരനായിരുന്നു എന്ന അവകാശവാദം നിലവിൽ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ മാത്രമാണുള്ളത്. ഇസ്രയേൽ സർക്കാർ ഇത് നിഷേധിച്ചതോടെ കേസ് ആരോപണ പ്രത്യാരോപണങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്.